ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവമാസം 26 തിങ്കളാഴ്ചയും വിശാഖം നക്ഷത്രവും വരുന്ന ത്രയോദശി തിഥി തീർന്നിട്ട് ചതുർദശി തുടങ്ങുന്ന ദിവസം സൂര്യോദയം വന്നിട്ട് 5:45 AM സൂര്യാസ്തമനം 6:30 PM രാഹുകാലം 7:21 AM മുതൽ 8:56 AM വരെയും ഗുളികകാലം 1:43 PM മുതൽ 3:19 PM വരെയും യമകണ്ഠകാലം 10:32 AM മുതൽ 12:03 PM വരെയുമാണ്. എന്നാൽ അഭിജിത് മുഹൂർത്തമാകട്ടെ 11:44 AM മുതൽ 12:06 PM വരെയും 12:10 PM മുതൽ 12:32 PM വരെയും തുടരുന്നു. ഇനി നമുക്ക് ഈ ദിവസം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കുന്നതിന്, അല്ലെങ്കിൽ ഈ ദിവസത്തെ രാശിഫലം അറിയുന്നതിന് നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വിശാഖം നക്ഷത്രമായതുകൊണ്ടും ചതുർദശി ആയതുകൊണ്ടും തന്നെ തുലാരാശി ആയതുകൊണ്ട് തന്നെ തുലാം രാശിയുടെ അവസാനവും വൃശ്ചിക രാശിയും കൂടി വരുന്നത് കൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ഇനി 27 നക്ഷത്രക്കാരുടെയും അതായത് 12 രാശിക്കാരുടെയും രാശിഫലം. സൂര്യൻ നിൽക്കുന്നത് ഇടവൻ രാശിയിൽ, ഉദയവും ഇടവത്തിൽ തന്നെ. ചന്ദ്രൻ നിൽക്കുന്നത് തുലാരാശിയിൽ, ചൊവ്വ നിൽക്കുന്നത് ചിങ്ങത്തിൽ, അവിടെ ചൊവ്വയുടെ കൂടെ തന്നെ കേതുവും നിൽക്കുന്നു. ചന്ദ്രൻ്റെ കൂടെ തന്നെയാണ് ഗുളികോദയം വന്നിരിക്കുന്നത്, തുലാരാശിയിലാണ്. ബുധനും വ്യാഴവും ഒരേപോലെ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ശുക്രൻ വന്നിട്ട് മേടൻ രാശിയിൽ നിൽക്കുന്നു. മീനത്തിൽ പിന്നെ ശനിയും കുംഭത്തിൽ സർപ്പിയുമായിട്ട് ആണ് ഗ്രഹങ്ങളുടെ സ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരം രാശിഫലമെന്ന് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ അതിജീവിക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടാകും. വീട് വാങ്ങുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. സുഹൃത്തുക്കൾ സഹായിക്കും. സന്താനങ്ങൾ ഉന്നത വിജയം നേടും. വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗം കാണുന്നു. രക്തസന്ദർഭമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. പ്രഷർ അധികമാകാതിരിക്കാൻ പ്രത്യേക അച്ചാറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത്, എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കളെ നേരിട്ട് വിജയിക്കുവാനുള്ള ഒരു തന്ത്രം കണ്ടെത്തും. രോഗമുക്തി ഉണ്ടാകും. ഏറ്റെടുത്ത കർമ്മങ്ങളെല്ലാം വിജയിക്കും. ജോലിയിൽ ശുഷ്കാന്തി പ്രകടിപ്പിക്കും. കളത്രത്തിന് അതായത് ഇണയ്ക്ക് എന്തെങ്കിലും രോഗമോ അസ്വാസ്ഥ്യമോ വരാനുള്ള സാധ്യത കാണുന്നു. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരുന്നതാണ്. രാശിയിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും അതുപോലെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും വ്യാഴവും ഒക്കെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. 5-ലെ ചൊവ്വയും എല്ലാം കൂടെ നോക്കുമ്പോൾ പൊതുവെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാകുവാനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിനുള്ള ഒരു കരുത്ത് വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ കഴിയും. സാഹിത്യകാരന്മാർക്ക് നല്ല ഒരു സമയമാണ് വന്നു ചേരുന്നത്. വ്യാപാരികൾക്ക് സർക്കാർ നോട്ടീസ് അല്ലെങ്കിൽ ജപ്തി നടപടികളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടെന്ന് കരുതിയിരിക്കണം. ഫൈനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സമയത്ത് അടയ്ക്കുവാനായിട്ട് ശ്രമിക്കണം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനരോഷം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഒന്ന് സംയമനം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം സ്ഥാനമാനങ്ങളൊക്കെ
വഷളാകുന്ന സന്ദർഭമാണ്. എന്തെങ്കിലും സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നഷ്ടമാകാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. മനോവിഷമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും രാശിനാഥിയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം 12 നിൽക്കുന്ന ശുക്രനെ ഒന്ന് ശുക്രൻ നിറഞ്ഞ ഐശ്വര്യം തരുമെന്ന് കരുതി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, കനകധാരാമന്ത്രം ജപിക്കുന്ന, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. എല്ലാ കഷ്ടങ്ങളെയും മനസ്സറിഞ്ഞ് കുടുംബ പരദേവതയോട് പ്രാർത്ഥിച്ച് ശരിക്കും ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് പാർവതീദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്തെ കൂടുതൽ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും. കാരണം രോഗശാന്തി പ്രതീക്ഷിക്കാം. ധൈര്യവും സമർത്ഥ്യവും ഉപയോഗപ്പെടുത്തി കർമ്മ പദ്ധതികളിലൊക്കെ വിജയിക്കുവാനായിട്ട് സാധിക്കും. പുതിയ കർമ്മ പദ്ധതികളൊക്കെ രൂപീകരിക്കുകയും ചെയ്യും. കാഴ്ചപ്പാടുകൾ ഏത് പ്രവൃത്തിയിലെയും നമ്മളുടെ ആ കാഴ്ചപ്പാടുകൾ ശരിയായിരിക്കുന്നത് കൊണ്ട് തന്നെ കർമ്മരംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. കർമ്മരംഗത്തുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ നീങ്ങിക്കിട്ടും. സാമ്പത്തിക പ്രയാസങ്ങൾ മാറും. നഷ്ടങ്ങളും തെറ്റുകളും ഒക്കെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരവസരം കൂടി ലഭിക്കും. വീട് പണി തുടങ്ങാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യും. അപേക്ഷിച്ച പദ്ധതികളൊക്കെ അതിനൊക്കെ അംഗീകാരം ലഭിക്കുകയും അവഗണിക്കപ്പെട്ട കാര്യങ്ങളെ പരിഗണിക്കാതെ തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല അനുകൂല സമയമെന്ന് കരുതി കർമ്മ പദ്ധതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ പഠന കാര്യത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആത്മസംയമനത്തിനോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിഥുനം രാശിക്കാർക്ക് എല്ലാ നന്മകളും വന്നു ചേരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനശ്രദ്ധ പിടിച്ചുപറ്റും. തൊഴിൽ രംഗത്ത് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള കാലമാണ്. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. പ്രിയജനങ്ങളുമായി ദൂരയാത്ര ചെയ്യും. ചർച്ചകൾ വിജയപ്രദമാകും. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കും. എല്ലാ കാര്യങ്ങളിലും നിർഭയം അനുഭവപ്പെടും. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ധൈര്യവും സാമർഥ്യവും ഗുണം ചെയ്യും. പ്രധാന കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരുടെ സഹകരണത്തോടെ ചെയ്തു തീർക്കും. അങ്ങനെ കുടുംബത്തിലും അതുപോലെ പൊതുജന മധ്യത്തിലും കർമ്മരംഗത്തുമൊക്കെ കൂടുതൽ പേരും പ്രശസ്തിയും വന്നു ചേരുവാൻ സാധിക്കും. പൊതുവിൽ നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. തൻ്റെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കാൻ ജഗദീശ്വരി അനുഗ്രഹം തരട്ടെ. രാശിനാഥാവായ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എല്ലാ സൽഗുണങ്ങളും അനുഭവത്തിൽ വരുന്നതിന് സഹായകമാകും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ആഗ്രഹിച്ച ഒരു സംഗമത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്യുവാനും കർമ്മരംഗത്ത് കുറച്ചുകൂടി സൂക്ഷ്മതയും കൃത്യതയും ഒക്കെ ആയി ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പല രംഗത്തും ഗുണഫലങ്ങൾ ഉണ്ടാകാവുന്ന കാലമാണ്. കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനായി ശ്രമിക്കണം. പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഗുണം ചെയ്യും. ജോലിസ്ഥലത്ത് ജോലി സംബന്ധമായ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി പൂവണിയുന്ന സമയമാണ്. പൊതുരംഗത്ത് ശോഭിക്കപ്പെടും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെല്ലാം മാറി ഇണയുമായി അഭിപ്രായ ഐക്യത്തോടുകൂടി ജീവിക്കുവാൻ, നല്ല കാര്യം പൊതുജന നന്മയ്ക്കായി നന്മകൾ ചെയ്യുവാൻ, അതിൽ അംഗീകാരവും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അഷ്ടമശനിയുടെ കഷ്ടങ്ങളെല്ലാം മാറി സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. പുതിയ ജോലി ലഭിക്കും. സന്താന സൗഭാഗ്യമുണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുതിയ നിയമനങ്ങളൊക്കെ, അതായത് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ പണം മുടക്കാൻ പറ്റിയ സമയമാണ്. കച്ചവടത്തിൽ കുറച്ച് പണം മുടക്കി കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ സ്ഥാനമാറ്റങ്ങൾക്കൊക്കെ ശ്രമിക്കും, അതൊക്കെ വിജയത്തിൽ വന്നു ചേരും. കച്ചവടത്തിലെ പണം മുടക്കി വൻതോതിൽ ലാഭം കൊയ്യുവാനുള്ളൊരവസരം വന്നു ചേരും. അതിനായി വളരെയേറെ അധ്വാനിക്കേണ്ടതായി വരും. ദൂരയാത്രയ്ക്ക് പോകാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. കിട്ടാക്കടങ്ങളൊക്കെ പറഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ആഗ്രഹിച്ചവരുമായി ഒത്തുചേർന്ന് ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തി പ്രവർത്തിക്കുവാൻ സാധിക്കും. പല രംഗത്തും ഗുണഫലങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ രാശിനാഥയായ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും. സർക്കാർ ജീവനക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കും. കലാകാരന്മാർക്ക് അവസരങ്ങൾ, സാമ്പത്തിക ലാഭം, അംഗീകാരങ്ങൾ ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. രോഗശമനമുണ്ടാകും. ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സാമ്പത്തിക നേട്ടം ഉറപ്പാണ്. വിശിഷ്ട സ്ത്രീയാൽ വഞ്ചിതരാകുന്നതിനുള്ള അവസരം വന്നു ചേരും. അതൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ധനനഷ്ടവും മാനഹാനിയും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലവട്ടം ആലോചിക്കണം. ബന്ധുസഹായം, സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടന്നു കിട്ടും. ഗ്രഹം വാങ്ങാനുള്ള ഒരാഗ്രഹം വരെ സാധിക്കുന്ന ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം നിറയുന്നതാണ്. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുള്ളവരുമായി കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസിക ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കുവാനായി കരുതിയിരിക്കുക. ടെൻഷൻ വരുന്ന പ്രവർത്തനങ്ങളിലൊന്നും അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കുക. ടെൻഷൻ വരുന്ന കാര്യങ്ങളിലൊന്നും ചെന്ന് ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഓർത്ത് മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കുക. പകർച്ചവ്യാധികളൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക. വേണ്ടത്ര കരുതൽ എടുക്കുക. മാസ്ക് ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. അലച്ചിൽ മൂലം ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് വരും. അപ്പൊ യാത്രാക്ലേശമൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രക്തസമ്മർദ്ദമുള്ളവർ കരുതിയിരിക്കണം. ധനനഷ്ടം, മാനിഹാനി, സന്താനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടലൊക്കെ അതിനൊക്കെയുള്ള സാഹചര്യം വന്നു ചേരും. ധനനഷ്ടം ഒഴിവാക്കാൻ നന്നായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ധനസഹായം ചെയ്യുമ്പോൾ കയ്യിലുള്ളത് കടം വാങ്ങിയൊക്കെ ധനസഹായം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള അവസരം ഭഗവാൻ കാണിച്ചു തരും. സന്താനങ്ങളും സുഹൃത്തുക്കളും ഒക്കെയായി അഭിപ്രായ ഐക്യമുണ്ടാകും. മൂത്രാശയ സംബന്ധ രോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വീഴ്ച അതൊരു വലിയ പ്രശ്നമായി തീരാനുള്ള സാധ്യതയുണ്ട്. വേണ്ട സമയത്ത് സമയബന്ധിതമായ പ്രാർത്ഥനകളെല്ലാം നടത്തി കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരയിലോ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് ചെയ്യുമ്പോൾ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസരം വന്നു ചേരും. സർക്കാരിൽ നിന്നും അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ വരാമെങ്കിലും അതിനെ മാറ്റിയെടുക്കുവാൻ അനുയോജ്യമായ വ്യക്തികളെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കണം. രോഗശമനം വന്നു ചേരും. അപ്രതീക്ഷിതമായ ആപത്ത് പിതാവിനോ പിതൃതുല്യർക്കോ ഉണ്ടാവും. അതുപോലെ തന്നെ കർമ്മരംഗത്ത് തടസ്സങ്ങൾ, കീഴ്ജീവനക്കാരുമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിർഭയവും സാഹസിക പ്രശ്നങ്ങളും ഒക്കെ മാറിയിട്ട് എല്ലാം ഒന്ന് കരുതലോടുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും. തളർച്ച, ജോലിയിൽ അസ്വാസ്ഥ്യമൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുക. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം വിഷ്ണുമായ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്.
മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുവാനുള്ള ഒരവസരം വന്നു ചേരും. ആപത്തുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കർമ്മരംഗം മെച്ചപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. യാത്ര ചെയ്യുവാനുള്ള യോഗങ്ങളുണ്ട്. യാത്രകൾ വിജയിക്കും. നാൽക്കാലികളുമായിട്ട് അല്പം സാമ്പത്തിക മെച്ചം, നാൽക്കാലികളുടെ പേരിലോ കൃഷിയിടങ്ങളിൽ നിന്നോ അല്പം സാമ്പത്തികം ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. മത്സ്യബന്ധനത്തിലൂടെയും സാമ്പത്തികം വന്നു ചേരും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. സ്ഥാനമാനങ്ങൾ, വീട് മോടി പിടിപ്പിക്കൽ, ഗ്രഹത്തിൽ സന്തോഷം, പഴയ ഗ്രഹത്തിൽ നിന്നുള്ള ഒരു ദോഷങ്ങളെല്ലാം മാറി പുതിയ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ജല്യമൊക്കെ വരുമ്പോൾ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും. വിധ ദോഷങ്ങളും മാറുന്നതിന് മകരം രാശിക്കാര് രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാർക്കൊക്കെ നിവേദ്യമൊക്കെ വെച്ച് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ഫലസിദ്ധി പ്രതീക്ഷിക്കാം. പൗർണമി തുടങ്ങാനുള്ളത്, പൗർണമി വ്രതത്തിന്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ ചതുർദശിയാണ്, പിറ്റേ ദിവസവും പൗർണമിയാണ്. അപ്പൊ പൗർണമിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. കാരണം ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൽഫലങ്ങളും മകരം രാശിക്കാർക്ക് വ്യാഴം പിഴച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് അല്പം നന്മകൾ വന്നു ചേരുവാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് സൽഫലങ്ങൾ നൽകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നൃത്തം, സംഗീതം എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. സ്ഥാനക്കയറ്റം വന്നു ചേരും. സാമ്പത്തിക ഉന്നമനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. ഉദരരോഗത്തുമായിട്ട് അല്പം ഉദരരോഗം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാരികൾക്ക് നല്ല ലാഭം, ധനലാഭം പ്രതീക്ഷിക്കാം. ജ്യോതിഷികൾക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. സംഭാഷണം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിയും. കുടുംബ സ്വത്ത് വീതം വെച്ച് കിട്ടുന്നതിനുള്ള നടപടികൾ വിജയിക്കും. കലാപ്രവർത്തകർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കും. മറ്റുള്ളവരുടെ സഹായവും അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് വിമർശനങ്ങൾ ഏൽക്കുകയാണെങ്കിൽ തന്നെയും അതിനെ നല്ല രീതിയിൽ അംഗീകരിച്ച് വേണ്ട രീതിയിൽ കർമ്മ മേഖല പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനം വന്നു ചേരുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. രാശിനാഥനായ ആഞ്ജനേയ സ്വാമി, ഹനുമാൻ സ്വാമി, ചത്തൻ സ്വാമിമാരെ, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെയും ദുർഗാദേവിയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ നടത്തുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്നവർക്കും നല്ല ധന സമ്പാദനവും തോടൊപ്പം തന്നെ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത വന്നു ചേരും. സാമ്പത്തിക നേട്ടം വരുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ക്രയവിക്രയത്തിന് ഉപയോഗിക്കാൻ, ഷെയർ മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ച് ധനവർധന വരുത്തുന്നതിനുള്ള സാധ്യതയും വന്നു ചേരും. വ്യാപാരികൾക്ക് അല്പം ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്. ഏത് തരത്തിലുള്ള കച്ചവടം ചെയ്യുന്നവർക്കും കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം തെളിഞ്ഞു വരും. കലാപ്രവർത്തകർക്ക് മാത്രമല്ല, ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മ മേഖലയിൽ പുതിയ പേരും പ്രശസ്തിയും വരുന്നതിൻ്റെ രീതിയിൽ കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തി കർമ്മ പദ്ധതികൾ നവീകരിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. പുതിയ പ്രവർത്തനങ്ങളിലൂടെ, പുതിയ കാഴ്ചപ്പാടുകളിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യമെല്ലാം സമയബന്ധിതമായി ലഭിക്കും. സാമൂഹ്യ മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കും. പൊതുവെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച്, നാഗദേവതകൾക്ക് യഥാശക്തി വഴിപാടൊക്കെ കഴിച്ച് ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും തിങ്കളാഴ്ച ദിവസം സോമവാര വ്രതം എടുക്കുന്നത്
ഉണ്ടാകുന്നതും അതിനു വേണ്ടിയിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഉമാമഹേശ്വരന്മാർക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതൊക്കെ വിവാഹ ജീവിതത്തിനും അതുപോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും, കുടുംബത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനും സഹായകമാകും. ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.